നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മില്ലറ്റ് വെച്ചുള്ള ഡയബറ്റിക് അസുഖമുള്ളവർക്ക് ഷുഗർ കൂട്ടാത്ത രീതിയിൽ എങ്ങനെ ഒരു ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് മില്ലറ്റ്, 1/2 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് ബസുമതി റൈസ് വേവിച്ചതും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ബസുമതിയിൽ സാധാരണ റൈസിലും ഷുഗറിൻ്റെ എമൗണ്ട് കുറവാണ്. മില്ലറ്റ് 6 പ്രാവശ്യം കഴുകിയെടുക്കുക. നല്ല ക്ലിയർ ആയിട്ട് വെള്ളം വരുന്നത് വരെ കഴുകിയെടുക്കുക. ഉഴുന്ന് 2 പ്രാവശ്യം കഴുകിയെടുക്കുക. എല്ലാം കൂടെ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് കുതിർത്തെടുക്കുക 6 മണിക്കൂറോളം. വീണ്ടും ഒരു മിക്സിയുടെ ജാറിലിട്ട് ദോശയ്ക്ക് അരയ്ക്കുന്ന പരുവത്തിൽ അരച്ചെടുക്കുക. ഇവിടെ മില്ലറ്റ് ഇപ്പോൾ അരച്ച് വന്നിട്ടുണ്ട്. ഇത് ഫെർമെൻറ്റേഷൻ ഒന്ന് സ്പീഡപ്പ് ചെയ്യാനായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ വെക്കാം. കാരണം ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. ഇത് ചെയ്തില്ല എങ്കിൽ ഇത് പൊങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ തൂളി വെക്കുക. അതും പെട്ടെന്ന് പുളിച്ചു പൊങ്ങാനായിട്ട് സഹായിക്കാം. പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 7 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബാറ്റർ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ബബിളപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. സാധാരണ ദോശയിൽ അരിയുടെ ഉൽപ്പന്നമായതും കൊണ്ട് അതിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഈ ദോശ കഴിച്ചിട്ട് എൻ്റെ ഒരു ഫാമിലി മെമ്പർ കറക്റ്റായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ ഗ്യാരൻറ്റീഡാണ് മില്ലറ്റ് ഒരിക്കലും ഷുഗർ കൂട്ടത്തില്ല. ഒരു തവി പുളിച്ച മാവ് ഇതുപോലെ തന്നെ ചൂടായ ഒരു ദോശക്കല്ലിലേക്ക് നിരത്തി പിന്നെ എണ്ണയോ നെയ്യോ ഇതുപോലെ ചേർത്ത് മൊരിച്ചെടുക്കുന്നത് അത് ഓപ്ഷണലാണ്. മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് മടക്കിയെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഡയബറ്റിക് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.